ലോയിറ്റേ സൺഡേ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ 11 മണി കേട്ടോ. വീക്കെൻഡൊക്കെ അല്ലേ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ദേണ്ട കിടക്കുന്നു. എൻ്റെ റൂം നിങ്ങൾ കണ്ടോ? ആകെ അലങ്കോലമായിട്ട് കിടക്കുവാണ്. പിന്നെ എന്ത് ചെയ്യാൻ, ഞാൻ തന്നെ അങ്ങ് ഇറങ്ങി തിരിച്ചു അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. ആദ്യം തന്നെ നമ്മുടെ ബെഡൊക്കെ അങ്ങ് സെറ്റാക്കി വെച്ചു. പിന്നെ നോക്കിയപ്പോൾ ദാണ്ടേ ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ തന്നെ അവിടെ കൂട്ടിയിട്ടേക്കാണ്. വരുമ്പോൾ ഞാൻ എല്ലാം അങ്ങോട്ട് തന്നെ ആക്കുവാണ്. ഒന്നും എടുത്തു വെക്കാൻ തോന്നാറില്ല. മടി, വേറെന്ത് തന്നെ, ഇങ്ങനെ മടി പിടിച്ചാൽ ശരിയാവില്ലല്ലോ. പിന്നെ ഞാൻ അങ്ങെല്ലാം കൂടെ അങ്ങ് ഒതുക്കി പെറുക്കി കെട്ടി അങ്ങ് വെച്ചു. അപ്പോൾ നോക്കിയേ, എൻ്റെ റൂം അങ്ങ് സുന്ദര കുട്ടമ്മനായില്ലേ. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നടക്കാത്തട്ടൊന്നുമില്ല. പിന്നെ ഞാനങ്ങ് കുറച്ച് നേരം നടക്കാനിറങ്ങി. കുറച്ച് ഫ്രഷ് എയർ കിട്ടുമല്ലോ, ഇച്ചിരി ഉന്മേഷമൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ നേരെ അവിടെ അടുത്തുള്ളൊരു പള്ളിയിലോട്ട് പോയി. പള്ളി നല്ല കയറ്റത്തിലായിട്ടായിരിക്കുന്നത്. ആകെ ഓട്ടോ ഒക്കെ ആയതുകൊണ്ട് മൊത്തം ഇലയൊക്കെ ഒഴിഞ്ഞ് നല്ല സെറ്റപ്പായിട്ടാണ്, കാണാൻ നല്ല ലുക്കാണ്. ഇതാണ് നമ്മുടെ പള്ളി. എന്നിട്ട് ഞാൻ തിരിച്ച് നേരെ ഇറങ്ങിപ്പോയി ഒന്ന് സൂക്ഷ്യം കണ്ടു. ഇറങ്ങിയില്ല, താഴെ തന്നെ അടിച്ച് കിടക്കുന്ന കാണാം. പിന്നെ ഞാൻ അവിടെ ഇരിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. നടന്ന് മടുത്ത് ഇരിക്കാൻ പോയപ്പോഴാണ് നട്ടുച്ചയ്ക്ക് ദേണ്ടേ ഓടി വരുന്ന അപ്പനും അമ്മമ്മി. എന്നെ കണ്ടപ്പോൾ ഹലോയൊക്കെ വെച്ചു. ഇവിടെ അങ്ങനെയാണ് കേട്ടോ, കാണുന്നവരും പോകുന്നവരൊക്കെ ഹലോ വെച്ചിട്ടേ പോകത്തുള്ളൂ. ജർമ്മൻസിലേക്ക് ഒരു കാര്യമേ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പരിപാടിയല്ലത്. അപ്പോഴാണ് വേണ്ട ഇവിടെ എന്തോ നോട്ടീസ് ബോർഡ് വെച്ചിരിക്കുന്നത്. നോട്ടീസ് ബോർഡല്ല കേട്ടോ, ആ സ്ഥലത്തിനെക്കുറിച്ച് വിവരമാണ്. പിന്നെ ഈ കാർഷിക യന്ത്രം ഞാൻ കണ്ടത്, അവിടെ സ്പീഡ് പ്ലാറ്റ്സ് എല്ലാം കാർഷിക യന്ത്രം എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. പിന്നെ കണ്ടപ്പോൾ അങ്ങ് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ എൻ്റെ കുറച്ച് കോപ്രായങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നേരെ മടുത്തു, വീട്ടിലോട്ട് പോകാമെന്ന് വെച്ചു. വീട്ടിൽ പോയിട്ട് ഞാൻ വെജ് ഫ്രൈഡ് റൈസ് എന്ന് വേണമെങ്കിൽ പറയാം, അതുണ്ടാക്കി കഴിച്ചു. എന്നിട്ട് നേരെ ഒരു ചിപ്സും കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി. ഉച്ചയ്ക്കൊരു ഉറക്കം എനിക്ക് പതിവാണ്. ശരി, എനിക്ക് നാളെ കാണാം.